ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഷോപ്പിലോട്ടാണ് വന്നത്. അപ്പോൾ അതാ കീയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഷോപ്പ് തുറക്കണ പരിപാടിയാണ് ഇന്ന്. അപ്പോൾ അതാ ഷട്ടർ പൊക്കി, കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നാലും തുറന്നുണ്ട്. ഇനിയിപ്പോൾ അത് അടുത്ത ഗ്ലാസ് തുറക്കാം. അങ്ങനെ അതാ ഗൈസ് ഗ്ലാസ് തുറന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തെ സെറ്റപ്പ് പറയുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പ് തുറന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വെറുതെ ഇവിടെ ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറച്ചമ്മ ഇരുന്നപ്പോൾ അതാ അടുത്തവൻ വരുന്നുണ്ട്. ഓടെടുത്ത് വന്ന് ഫോണെടുത്ത് പോയി. ഇതാണ് എൻ്റെ പരിപാടി. അപ്പോൾ അങ്ങനെ ഓനവിടെ ഇരുത്തിയിട്ട് നമുക്ക് നേരെ ലൈവ് കുടിക്കാൻ പോവാം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നേരെ പോവാം. അപ്പോൾ ഗൈസ് ലൈവ് കിട്ടി, എനിക്ക് കുടിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് വേറൊരു കാര്യം കാണുന്നത്. കസ്റ്റമറിനെ ഡീൽ ചെയ്യാണ് ഇഷ്ടം തന്നെ. അപ്പോൾ എന്തായാലും ഓൺ ഡീൽ ചെയ്യട്ടെ. നമുക്കെന്തായാലും നമ്മളെ പരിപാടി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ പോയിരിക്കുക, അതാണല്ലോ മെയിൻ പരിപാടി. അങ്ങനെ കുറേ സമയം ഇരുന്ന് ബോറടിച്ചപ്പോൾ ഈ സാധനം എടുത്ത് കയ്യിൽ മസിലിന് പവർ വരുത്താണ്, ശക്തിമാനാവുന്നത്. അങ്ങനെ കുറച്ച് സമയം അതും കഴിഞ്ഞിരുന്നപ്പോൾ വേറൊരുത്തൻ പുറത്തു പോയിട്ട് ഗ്ലാസ്സുമ്മേ വെള്ളം അടിക്കുന്നു, വാട്ടർ ഗണ്ണൊക്കെ വെച്ച്. എന്താണെന്ന് വെച്ചപ്പോൾ നൊസ്റ്റാൾജിയ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് നൊസ്റ്റ് പരീക്ഷിച്ച് നോക്കാം. നല്ല രസമുണ്ട് എന്തായാലും അടിക്കാൻ. അപ്പോൾ അങ്ങനെ വെറുതെ അടിച്ചാലേ, ഗ്ലാസ് തുടയ്ക്കാൻ വേണ്ടി അടിച്ചാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കാൻ പോലെ. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ബിരിയാണി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് അടുത്ത പരിപാടി പിടിക്കുക. അപ്പോൾ ബിരിയാണി കഴിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഷോപ്പിൽ വന്ന് അടുത്ത പരിപാടി പറഞ്ഞതാ RCBൻ്റെ പുതിയ ജേഴ്സി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഡിസ്പ്ലേക്ക് ഇടാം. വിരാട് കോഹ്ലി അണ്ണൻ്റെ ജേഴ്സിയാണ് സംഭവം, എന്തായാലും കളറാവട്ടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ജേഴ്സി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ സൈസ് തിരിച്ചടുക്കി വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അങ്ങനെ അതൊക്കെ എടുത്ത് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഷാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഷാമിൽ വന്നതല്ലേ, ഇനി നമുക്കൊന്ന് പുറത്ത് വിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ ഇനി അടുത്ത റൗണ്ട് ലൈവ് മുടിക്കാൻ പോവാണ്. അപ്പോൾ ലൈവ് മുടിക്കാൻ വന്നപ്പോൾ വേറെ രണ്ടെണ്ണത്തിനും കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് 2 റൗണ്ട് വോളിബോൾ നിലത്തിട്ട് കളിച്ചപ്പോഴത്തേക്ക് വേറെ ആൾ വരുന്നുണ്ട്. അപ്പോൾ ആരാന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഋതുമോനാണ് വന്നത്. അപ്പോൾ ഇനി ഋതുമോനെയും കൂട്ടിയിട്ടുള്ള പരിപാടി എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എന്തിനാണ് അവിടെ വന്നതെന്ന്. അപ്പോൾ യൂനോ കളിക്കാൻ വന്നതാണ്. തലയിൽ തൊപ്പിയും വെച്ച് ടേബിളിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ കാർഡും കൈ പിടിച്ചാണ് അണ്ണൻ യൂനോ കളിക്കുന്നത്. യൂനോ കിങ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ കേസ് ആ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ മച്ചാൻ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്തായാലും വീട്ടിൽ പോകാം കേസ്. അപ്പം ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. ബൈ.